ഹായ്, എന്താ പാടെ? സുഖല്ലേ? ഞാൻ ആദ്യമേ ഈ വീഡിയോ കാണുന്നതിന്റെ മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇപ്പൊ കുറച്ച് ഇറച്ചി കച്ചവടക്കാർ വരും. എന്തിനാ പച്ചിറച്ചി തിന്നണേ, എന്തിനാ നീലിറച്ചി തിന്നണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ലെങ്കിൽ പിന്നെ അവർക്ക് പറയണ്ടാകുക എന്താ അറിയോ, ഇങ്ങനെയല്ലേ കുടുംബം നോക്കണേ, ഇങ്ങനെയല്ലേ മറ്റേ കുടുംബക്കാർക്ക് തിന്നാൻ കൊടുക്കണേ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്റെ കുടുംബം 3 നേരം തിന്നണേ, അതുവരെ പോലും തിന്നിരുന്നില്ല. ഇവരാദ്യം പറയുന്ന ഒരു കാര്യം അത്. അപ്പൊ അങ്ങനത്തോലോടെ ഞാൻ പറയണേ, നിങ്ങൾ ഈ വീഡിയോ കാണണ്ട. കാരണം എന്താ അറിയോ, നിങ്ങൾ യൂട്യൂബില് പിന്നെ നല്ല വയല് കിട്ടും, അതിരുന്ന് കണ്ടോ. നിങ്ങൾ നന്നാകാൻ പറ്റുവെച്ചെങ്കിൽ നിങ്ങളാണ് നന്നായിക്കള. 14 മാസം കൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കണം തീരുമാനിക്കണു. ആ പാർട്ടി 14ാമത്തെ മാസം ആയപ്പോഴത്തേക്ക് പിന്നെ തമിഴ്നാട് മൊത്തത്തിൽ അങ്ങോട്ട് തൂത്തുവായിരുന്നു. അവസാനം പാർട്ടി ഉണ്ടാക്കിയ ആള് തമിഴ്നാടിന്റെ CM ആവുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എത്ര നിസാരായിട്ടാണ് ആക്ടർ വിജയ് മുഖ്യമന്ത്രി വിജയായി മാറിയത്. വല്ലാത്തൊരു കഴിവന്നെ. പക്ഷെ ഇതില് ഞാനിപ്പോ പറയാൻ വന്ന വിഷയമൊന്നുമല്ല. അതിനൊക്കെ നമ്മളെ നാട് 10 കൊല്ലം പിണറായി വിജയൻ അങ്ങനെയാണ്, CPM ഇങ്ങനെയാണ്, അവിടെ അങ്ങനത്തെ അഴിമതി, ഇവിടെ അങ്ങനത്തെ അഴിമതി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരുന്ന ആളുകൾ ഇപ്പോ എവിടെ പിണറായി വിജയൻ എന്നാ ചോദിക്കണേ. കാരണം എന്താ അറിയോ, ആ കസാലക്ക് ഇതുവരെ ആളും നാഥനും ഇല്ല. ഓല് വട്ടം ചുറ്റി കളിച്ചതിന്റെ ആര് വേണം ആര് ഇരിക്കണം എന്ന്. ഭരണം കിട്ടിക്കഴിഞ്ഞ് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങള് മുഖ്യമന്ത്രിനെ തെരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞ ആളുകളാ. അപ്പൊ ആ 10 മിനിറ്റ് ഇതുവരെ ആയിട്ടില്ല. 9 ചില്ലറയായി ഇങ്ങനെ നിൽക്കുക. 10 കഴിഞ്ഞാൽ ആവുമെന്ന് വിചാരിക്കണു. അതെന്തോ ആവട്ടെ. പക്ഷെ എന്നാലും എങ്ങനെ ഇപ്പൊ ഈ പാർട്ടി തോറ്റു എന്നുള്ളതിന് പല കോണിലിരുന്ന് ചിന്തിച്ചിട്ടും ഒരു ഉത്തരം കിട്ടിയിരുന്നില്ല. കാരണം വികസനങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായിക്കണു അല്ലെ. വീട് പറഞ്ഞാൽ 4.25 ലക്ഷം വീടുകൾ ഉണ്ടായിക്കണു. പിന്നെ അതേമാതിരി പെൻഷന്റെ കാര്യം എല്ലാം ഏത് മേഖലയിൽ എടുത്താലും കുഴപ്പമില്ലാത്ത ഒരു ഭരണം കാഴ്ചവെച്ചിക്കണു. ആ കുഴപ്പമില്ലാത്ത ഭരണം കാഴ്ചവെച്ചിക്കണു എന്ന് ഈ പിണറായിന്റെ ശത്രുക്കൾ വരെ പറഞ്ഞ ഒരു ദിവസമാണ് ഈ ഒരു 4-5 ദിവസമായിട്ട്. കാരണം എന്താ വെച്ചാൽ, അധികാരം കിട്ടിയാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും, അധികാരം കിട്ടിയാൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അധികാരം കിട്ടിയപ്പോൾ ഇത് ഈ വണ്ടി ഓടിച്ചാൽ ഒരാളില്ലാതെ എല്ലാവർക്കും ഡ്രൈവർ ആകണം. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഈ 5 കൊല്ലം ഈ കസാരക്ക് വേണ്ടിയിട്ടുള്ള ഓലന്നെ അടിയായിരിക്കും. അത് തീരുമാനമൊന്നും പെട്ടെന്നാവുമെന്ന് വിചാരിക്കണ്ട. അതെന്തേലും ആയിക്കോട്ടെ, അത് ഓലന്നെയാണ് തീരുമാനിക്കട്ടെ. പക്ഷെ നമ്മളെ വിഷയം അതല്ല. പാർട്ടി എങ്ങനെ തോറ്റു എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഏറെക്കുറെ ഉത്തരം കിട്ടി. എന്താന്നല്ലേ, ഇതാ കണ്ടോ. എന്ത് പറ്റി? ഇലക്ഷൻ റിസൾട്ട് രാവിലെ വന്നേ പിന്നെ കടത്തോണല്ലോ. എന്ത് പറ്റി? എനിക്ക് ഒന്നിനും വയ്യ. എന്റെ പാർട്ടിക്കാര് പോയി. അതുകൊണ്ടല്ലേ വിഷമ? പിന്നെ ഒരു കറ കളഞ്ഞ സഖാവിന്റെ ഒരു വിഷമം നിങ്ങൾക്ക് മനസ്സിലാവൂല. അന്ന് എന്തായാലും നിന്റെ പാർട്ടി തോറ്റല്ലേ, നീ റെസ്റ്റ് ഇരിക്കാം. നമുക്ക് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. കേട്ടില്ലേ? കറ കളഞ്ഞ സഖാവ. കളയേണ്ടതെന്ന് ഓൻ കളഞ്ഞിട്ടുമില്ല. ഇവനാ ഇലക്ഷൻ ടൈമിൽ തന്നെ ഞാൻ സഖാവാന്നും പറഞ്ഞു വന്നിരുന്നു. അപ്പൊ തന്നെ എനിക്ക് ഏറെക്കുറെ മനസ്സിലായിക്കണു ഇത് തീരുമാനമാവുന്നുള്ളത്. അമ്മായിരത്തെ മുതലല്ലേ ഇവനൊക്കെ സഖാവാന്ന് പറഞ്ഞ ആ പാർട്ടിയിൽ പിന്നെ നിൽക്കാനൊരു മനുഷ്യനിക്ക് തോന്നണ്ടേ? തന്നെ ആയല്ലോ, സമാധാനായില്ലേ? അതോന്റെ രാഷ്ട്രീയം. നീ എന്റെ മതം കേക്കണ്ടേ? ഇതാ കേട്ടോ. ഞാൻ ഒരു മുസ്ലിമാണ്. എൻ്റെ ഈമാൻ എൻ്റെ ഉള്ളിലാണ്. ഞാൻ ഇപ്പോൾ കൊറ്റംകുളങ്ങര അമ്പലത്തിലെ ഒരു വിളക്കെടുപ്പിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. വിളക്കെടുക്കാനല്ല, എൻ്റെ ഫ്രണ്ട് കൂടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ അമ്പലത്തിന്റെ ആ പടി അങ്ങ് ചവിട്ടുന്ന സമയത്ത് നമുക്ക് ഉള്ളിലേക്കൊരു ഇത് വരാണ്ട്. എൻ്റെ പഠിച്ചോനെ കേട്ടില്ല നിങ്ങളെ? ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ ഈമാൻ എൻ്റെ ഉള്ളിലാണ്. അപ്പൊ അമ്പലത്തിൽ പോയ സമയത്ത് പഠിച്ചോനെ ഞാൻ എന്താ ചെയ്യുന്നെന്നുള്ള കുറ്റബോധം എനിക്ക് തോന്നിയെന്ന്. എൻ്റെ ഈമാൻ മാത്രമല്ല, എൻ്റെ സകലതും ഉള്ളിലുണ്ട്. അതൊന്നും പുറത്ത് കാണിച്ചൂല. അതെനിക്ക് പണ്ട് മുതലേ ശീലമാണ്. കാരണം എനിക്കറിയാം പുറത്ത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേഷം കെട്ട് നടക്കൂല എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ ഈമാനും പിന്നെ വേറെന്തൊക്കെ മാനും ഒക്കെ ഉള്ളിൽ വെച്ചോ, ഒന്നും പുറത്ത് കാണിക്കണ്ട. ഇനിയിപ്പോ ഇതൊന്നും അല്ല, കോൺഗ്രസ്സുകാർ ജയിച്ചിട്ട് ഇപ്പൊ ഓസിക്ക് കയറിപ്പോവാൻ നിൽക്കുക ബസ്സില്. അത് കേട്ടിട്ടില്ലല്ലോ നിങ്ങള്? ഒന്ന് കേട്ടോ. അതിന്റെ മുമ്പ് വേണമെങ്കിൽ ഇതും കൂടി ഒന്ന് കേട്ടോ. കാരണം എന്താ അറിയോ, ഓന്തിപ്പോ എന്റെ അടുത്ത് കോഴ്സിന് വരലുണ്ട്. ഇത്ര എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പൊടിക്കൈകൾ പഠിച്ചാൻ വേണ്ടിട്ട് ഓന്ത് എന്റെ അടുത്തേക്ക് വരലുണ്ടെന്നാ കേട്ടത്. ഒന്ന് കേട്ടോക്കാം. എനിക്കിഷ്ടം കുറച്ചും കൂടെ നല്ലത് VD സതീശൻ സാർ വരുന്നതാണെന്നാണ് എന്റെ ഒപ്പീനിയൻ. കേട്ടില്ലേ? അതായത് വലിയ സഖാവായ ഓനിക്ക് കുറച്ചും കൂടി ഇഷ്ടം VD സതീശൻ വരട്ടെ എന്നുള്ളതാ. എന്നാ ഓനിക്ക് ബസ്സിൽ യാത്രയാകലോ. ഇപ്പൊ തന്നെ ഓൻ പറയുന്നുണ്ട്, എന്ത് ഞങ്ങൾ സ്ത്രീകൾക്ക് ബസ്സിൽ എന്താ യാത്ര ചെയ്തൂടെ? ഞങ്ങൾ സ്ത്രീകൾക്കല്ലേ? ഇവ അതിൽ ഓസിക്ക് പോകാൻ വേണ്ടിട്ട് നിക്കുക. കേട്ടുക്കണോ നിങ്ങളെ?
ഇല്ലേ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ UDFന്റെ ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. അതായത് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ. അപ്പൊ ജാസിനെ ബസ്സിൽ കയറ്റിട്ട് ഫ്രീ ആയിട്ട് സൗജന്യ യാത്ര തരുമോ? പിന്നെ എന്താ, ഞാൻ സ്ത്രീയല്ല, എനിക്ക് സൗജന്യ യാത്ര വേണ്ട. പിന്നെ സൗജന്യം തന്നില്ലെങ്കിൽ ഞാൻ അവിടെ പ്രതിഷേധം ഉണ്ടാക്കും. ഞാനത് ആ ഒരു നിയമം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ടേ ഞാൻ അടക്കും. ഉറപ്പാണ്. ഉറപ്പിന്നെ വാങ്ങിച്ചിട്ടേ അടങ്ങും. എന്നാ ഇപ്പോഴൊന്നും അടങ്ങൂല. അത് പെണ്ണുങ്ങൾക്കില്ല നിയമമാണ് കേട്ടോ, ആണുങ്ങൾക്കുള്ളതല്ല. താടി മീശി എടുത്തോണ്ട് ഒരിക്കലും ഒരാണ് പെണ്ണാവൂല. അതിന് വേറെയും കുറെ സാധനങ്ങൾ എടുക്കണം. അതിനെങ്ങനെ അത് എടുക്കാൻ എനക്ക് പറ്റൂലല്ലോ. ജിള്ളിയിൽ കാറ്റടിച്ചും കൊണ്ട് നടക്കല്ലേ. ഇവൻ രാവിലെ കെട്ടിയിറങ്ങിയിട്ട് ഇറങ്ങുമ്പോ ചിലപ്പോ അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടാവും തോന്നില്ല. ചിലപ്പോ കാണാം ഒന്നിന് കാറ്റടിച്ചത് അധികമായിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ഇപ്പൊ ഇറങ്ങി വരിക. ആ ഓനാ പറയണത് ഞങ്ങൾ സ്ത്രീകൾക്ക് ഫ്രീ അല്ലേന്ന്. അങ്ങോട്ട് ചെല്ലേ, അപ്പൊ അത് കിട്ടും എനക്ക് ഫ്രീ കേട്ടോ. അന്നൊക്കെയല്ലേ ചങ്ങായി ഇപ്പൊ ഈ BJP സർക്കാർ എടുത്തിട്ട് കൊറേ നിങ്ങൾ സമരത്തിനൊക്കെ നിന്നില്ലേ? എന്തിനാ ഇത് അംഗീകരിച്ച് തരൂല? പോയി വല്ല തെങ്ങുമ്പേം കയറി ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ എങ്ങനെ KSRTC കയറിയിട്ട് ഞാൻ സ്ത്രീയാണെന്ന് പറയാ. കണ്ടക്ടർ ചിന്തിച്ചു നോക്കും. അപ്പൊ അവിടെ സ്ത്രീയുടെ ഒരു മണിനാഥം കേൾക്കും. ആ മണിനാഥം കേൾക്കുന്നതോട് കൂടെ കണ്ടക്ടർ ചവിട്ടി പുറത്തേക്ക് വിടും. ഞങ്ങള് ചെല്ലേ ഫ്രീ ആയിട്ട് കേട്ടോ. ഇതൊന്നല്ല, ഓന്റെ പണ്ടത്തെ ഇന്റർവ്യൂ ഉണ്ടല്ലോ, ഏത് ഒരു സാരി എടുത്തു വന്നിട്ട് ഇപ്പോഴത്തെ ആളുകളെ കണ്ടാൽ മനസ്സിലാകുകയില്ല സ്ത്രീ ഏതാ പുരുഷനേതാ ആണേതാ പെണ്ണേതാ മനസ്സിലാകുകയില്ല. ഓർമ്മയില്ല ഞങ്ങൾക്ക്? ഇല്ലെങ്കിൽ ഒന്നാണ് കേട്ടോ. ഇപ്പോഴത്തെ തലമുറയിൽ ആണുങ്ങൾ ഏതാ പെണ്ണുങ്ങൾ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവേ ഇല്ല. ആൺകുട്ടികൾ മുടി വളർത്തി നല്ല മുടി വളർത്തിയിട്ട് പെണ്ണുങ്ങൾ ടൈപ്പ് ഓഫ് ജീൻസും ബാഗി ഡ്രസ്സും ഒക്കെ ഇട്ട് നടക്കുന്നില്ലേ? ബോയ്ക്കട്ടൊക്കെ അടിച്ചിട്ട് പെൺകുട്ടികൾ നടക്കുന്നില്ലേ? എത്ര മുസ്ലിം പെൺകുട്ടി നടക്കുന്നുണ്ട്. നമ്മളെ മുസ്ലിം മതം വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കണമെന്നെങ്കിൽ മോള് തല മറക്കണ്ടേ? ഞാൻ മുസ്ലിം ആയിരുന്ന വ്യക്തിയാണ്. പക്ഷേ ജാസിയുടെ ഇപ്പൊ ജോൾ എങ്ങനെയാ നടക്കണേ വെച്ചാൽ നോക്കിക്കോട്ടെ. ഇജ്ജ് എങ്ങനെയാ നടക്കണേ? ഇജ്ജ് പോയി പറഞ്ഞില്ലേ ഇപ്പോഴത്തെ ആളുകളെ കണ്ടാൽ അറിയേയില്ല എന്നുള്ളത്. ഇതിപ്പോ എന്റെ കഥ തന്നെയല്ലേ പറഞ്ഞേ? ഏത് ഇപ്പൊ ബോയ്സ് മുടിയൊക്കെ വളർത്തിയിട്ട് മറ്റേ സാരിയും ചുരിദാറൊക്കെ ഇട്ട് നടക്കുന്നുണ്ടെന്ന് പറയുന്നിട്ടാ ഒരു പെണ്ണായ മറ്റേ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തോന്നുന്നു. ആടെ ചങ്ങായി ഇജ്ജന്നെ ഇതൊക്കെ ചെയ്യണത്. വേറെ ആരാ ചെയ്യണത്? അന്റെ വീഡിയോ കണ്ടാല് അന്റെ മോട്ടിവേഷനൊക്കെ കേട്ടാ തോന്നും ഇതൊക്കെ ഞങ്ങളാ ചെയ്യണേ, എന്നിട്ട് ഇജ്ജ് ഞങ്ങളെ ഉപദേശിക്കാണ്. സകലതും ഇജ്ജാ ചെയ്യണത്. എന്നിട്ട് ഇജ്ജന്നെ കണ്ണാടിയിൽ നോക്കി പറയണ മാതിരി ഇങ്ങനെ തള്ളി മറിച്ചും ചെയ്യുക. ഇത് സംഭവം കേൾക്കണോല് തെറ്റിദ്ധരിക്കും. എന്താ അറിയോ? അതായത് ഇപ്പം പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കണ മാതിരിയാണ് സംസാരിക്കുന്നത്. പിന്നെ കുറെ പെണ്ണുങ്ങളുണ്ട് ഇവന്റെ ഡ്രസ്സ് അടിപൊളിയാന്നും പറഞ്ഞിട്ട് രാത്തപ്പൻ എന്ത് മാഷറാറിന മാതിരിയാണ് ഓല കാര്യം. ഓനെങ്ങനെ വെച്ചാൽ നടക്കട്ടെ, ഓന്റെ ഡ്രസ്സുമൊക്കെ നോക്കാൻ മക്ക എന്നുള്ളതാണ് ചിലവരെ ഒരു എന്താ പറയാ കണ്ടീഷൻസ്. ഇതൊന്നുമല്ല. ഒരു എക്സ് മുസ്ലിമും ഒരു മറ്റേ എന്താ പറയാ എന്ത് മുസ്ലിമാ അങ്ങനത്തെ ഉള്ളിൽ ഈമാനിലൊരു മുസ്ലിമും പിന്നെ ഇന്റർവ്യൂ ചെയ്യാണ്. അപ്പൊ ഇവര് രണ്ടാളും ചെയ്യുമ്പോ ഒറ്റ ചോദിക്കുക ലൂത്ത് നബിയുടെ കാലഘട്ടത്തിലത്. അപ്പൊ മറ്റോ എനിക്കറിയും ഒക്കെ എനിക്കറിയും ഞാൻ, പക്ഷെ ഞാൻ ചിജൂലെന്നുള്ളൂ. എല്ലാതും എനിക്കറിയും. കേട്ടിട്ടില്ലല്ലോ? ഒന്ന് കേട്ടോ, കേട്ടിട്ടുണ്ടാവും നിങ്ങള്. പറയുന്ന വ്യക്തി അറിയാമോ? ലൂത്ത് നബിയുടെ കാലഘട്ടത്ത് പിന്നെ ലൂത്ത് നബി പറഞ്ഞു, മീൻസ് ഈ ജനതയോട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും ജനത അതനുസരിക്കാതെ ആയപ്പം ആ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം ഡിസ്ട്രോയ് ചെയ്തു എന്നുള്ള ഒരു ചരിത്രം ജാസിക്ക് അറിയാമോ? അപ്പം അറിയാം. ഓനിക്കറിയാത്ത ചരിത്രം, ഓനിക്ക് എല്ലാ ചരിത്രവും അറിയാം. പക്ഷെ റീച്ച് കളഞ്ഞിട്ടില്ല ഒരു ചരിത്രത്തിന്റെ പിന്നാലെ. ജാസി പോകൂല. ഇവന്റെ ലീലാവിലാസം എത്ര പറഞ്ഞാലും മതിയാവൂല. ഈ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഞങ്ങളുടെ നിക്കണു ചങ്ങായി. സത്യത്തില് ഇവനിക്കാ പള്ളയിലുണ്ടായിക്കണോണ്ടുണ്ട്. എന്തത് ഇങ്ങനെ മറ്റൊരു മോഹൻലാലിന്റെ ഒരു പടല്ലേ ആല വലിയ പള്ളയൊക്കെ ആയിട്ട്. ഇതിപ്പോ ഒരു 10-15 മാസം ഉണ്ടാവും ഓന്റെ പള്ള കണ്ടിട്ട്. ചെങ്ങായി കഥ കടല വള്ളത്തിലിട്ട മാതിരിയൊക്കെ ഇട്ട് ചീർത്തുക്കണു. അതിന് ഓനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഇരുന്ന് തിന്നാ തൂറുക ഇതല്ലാതെ വേറെ ഒരു പണിയില്ലല്ലോ എനിക്ക്. പിന്നെ ഇപ്പൊ കടല വള്ളത്തിലിട്ട മാതിരി ആകുള്ളൂ അല്ലേ? ഇനി ഉള്ളില് ദീനില്ല ചങ്ങായിയുടെ. അടുത്ത സംശയം കേൾക്കണോ നമുക്ക്? ഒന്ന് കേട്ടോ. ഇക്ക ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മരിച്ചു പോയല്ലേ ഈ ആണുങ്ങൾക്ക് പഠിച്ചവന് സ്വർഗത്തില് ഹൂറിങ്ങിലെ കൊടുക്കാനായിട്ട്, അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് എന്താ കൊടുക്ക? പെണ്ണുങ്ങൾക്ക് എന്താ പോത്താ? പിന്നെന്താ? അതെന്താ പഠിച്ചോ ഞങ്ങളോട് അങ്ങനെ എന്താല്ലേ ഓന്റെ വല്ലാത്തൊരു സംശയം. ഇക്ക മരിച്ചു പോയി കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് മറ്റേ ഹൂറികളെ കിട്ടും, പെണ്ണുങ്ങൾക്ക് എന്താ കിട്ടുക എന്നുള്ളത് അത് പെണ്ണുങ്ങൾ നോക്കിക്കോളും. തൽക്കാലം ഇജ്ജത് നോക്കണ്ട. പിന്നെ അനക്കെന്താ കിട്ടുക എന്ന് ഞാൻ പറഞ്ഞല്ല. ആണുങ്ങൾക്ക് ഹൂറിയാണെങ്കിൽ അനക്ക് ദൂറ് വെക്കാറ്. അതിന്റെ മറുപടി. പല സംശയം തീർന്നില്ലേ?
ഇനി എന്തേലും ഉണ്ടെങ്കിൽ വാ. ഇവനിക്ക് താമര വിരിഞ്ഞില്ല അത്ര വലിയ സന്തോഷമൊന്നുമില്ല അത്രേ. വേണ്ട, ബാക്കി ഓന്നെ പറയട്ടെ. എനിക്ക് സന്തോഷമില്ല, താമര വിരിഞ്ഞതിൽ എനിക്ക് സന്തോഷമില്ല. പക്ഷെ എനിക്ക് ആ പാർട്ടിക്കാരോട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വികാരമില്ല എനിക്ക്. എടാ ചെങ്ങായി, എനിക്കൊരു കാര്യം കേൾക്കണം. ആ പാർട്ടി തന്നെ ഒരു വികാര പാർട്ടിയാണ്. എന്നിട്ട് ഓലോട് തോന്നാതെ പിന്നെ എനക്ക് ആരോടാ വികാരം തോന്നുക? ഇത് ഓലോട് പറയാൻ പാടില്ലായിരുന്നു. കാരണം എന്താ അറിയോ, എനക്ക് പറ്റിയ ടീമായിരുന്നു. എന്നിട്ട് എനക്ക് ഒത്തിരി പോലും വികാരം ഓലോടില്ല. ഭയങ്കര മോശമായിട്ടോ. വല്ലാത്തൊരു ചെങ്ങായി തന്നെ കേട്ടോ ഈ ചെങ്ങായി. എന്തത് പാമ്പ് മടിയിന്ന് വരും. ആ വെറൈറ്റി ആക്കാരല്ലേ, ഓൻ വെറൈറ്റിയുടെ ആളാണല്ലോ. ആശി പെണ്ണുങ്ങളെ പിന്നാലെ നടക്കുകയാണ്. അപ്പൊ ആശിനെ ഒതുക്കാമ്പം ശ്രമിക്കുകയാണ് എന്നൊക്കെയുള്ള കണ്ടന്റാ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം, ഒന്ന് കണ്ടോക്കാം. ആശിക്ക് അവീതുണ്ടെങ്കിൽ ചുറ്റിക്കെടുത്ത് ഞാൻ തലക്കടിക്കൂലേ? അവീതുണ്ടെങ്കിൽ ഞാൻ കരയൂലേ? കേട്ടില്ല നിങ്ങളെ? ആശിക്ക് അവിധ ഉണ്ടെങ്കിൽ ചുറ്റുകിടത്ത് ഞാൻ തലക്കടിക്കൂലെന്ന്. ശരിയാണ്. ഒന്നിനാത്രം പോകുന്നൊരു ചെങ്ങായി, അത് ഉമ്മാരി തണ്ടും തടിയിലൊരു ചെങ്ങായി ചിറ്റിക്കേണ്ടൊക്കെ ആശിയുടെ തലക്കൊന്ന് അടിച്ചാ പിന്നെ ആ തല അല്ലെങ്കിൽ ആ തലടാത്തൊന്നുമില്ല. ഇനി ആ ചിറ്റിയും കൊണ്ടും കൂടി കിട്ടിയാ പിന്നെ അത് പറയണ്ടല്ലോ. ഓനിക്കെന്നെ അറിയാം, കയറുമെന്ന് ഒന്ന് പൊടി വിട്ടാൽ മതി ഓൻ പോകും ഏതെങ്കിലും പെണ്ണുങ്ങളെ പിന്നാലെ എന്ന്. പക്ഷെ എന്നിട്ട് ഓൻ എന്താ പറയണേ, ഞാൻ പൂരണവതിയായിക്കണു, ആശിന്നെ പെണ്ണുങ്ങളെ എന്തൊക്കെയാ ചിജ്ജ അതൊക്കെ ചിജ്ജലെ. എന്നാ ഓന്റെ മണിനാൾ നിലച്ചിക്കണോ? അത് നിലച്ചിട്ടുമില്ല. എന്നാലോ ഓൻ പൂർണ്ണവതിയ. എന്തൊക്കെ കാണണല്ലേ ഈ ചങ്ങാടി. ഈ തള്ളാണ് സഹിക്കാൻ പറ്റാത്തത്. കേട്ടാൽ തന്നെ പിരാന്ത് വരും. അതായത് നേരത്തെ പറഞ്ഞില്ലേ, അത് ഇപ്പുറത്തെ ആംഗിളിൽ നിന്ന് നോക്കാം ഈ വീഡിയോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രഖ്യാപനങ്ങളുണ്ട്, അതായത് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ. പിന്നെന്താ, ഞാൻ സ്ത്രീയല്ലേ, എനിക്ക് സൗജന്യ യാത്ര വേണ്ട. പിന്നെ സൗജന്യം തന്നില്ലെങ്കിൽ ഞാൻ അവിടെ പ്രതിഷേധം. ആ മോത്ത് എഴുതി വെച്ചുക്കണു താങ്കൾ സ്ത്രീയാണെന്നുള്ളത്. ഈ ക്യാമറാമാനോട് വരെ ഓൻ പറഞ്ഞു എന്ത് ബസ്സിൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് മുഴുവൻ ടൂർ പോകാന്ന്. അപ്പൊ ഓൻ ഓക്കേന്നും പറഞ്ഞേക്കണു. നിങ്ങളേ പെണ്ണുങ്ങളൊക്കെ പാടെ നിന്നുള്ള പോകി. ഇതൊന്ന് കണ്ടോക്കാണി. എങ്ങനെയുണ്ട്? ഞാൻ ഈ കോസ്റ്റ്യൂമായിട്ട് മനസ്സിലായില്ല ഞാൻ ഏത് റീൽസ് എടുക്കാൻ വേണ്ടി പോണെന്ന് മനസ്സിലായില്ല. ഈ കോസ്റ്റ്യൂം കണ്ടിട്ട് ഒരു കാര്യം മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൽ കാറ്റടിച്ചത് കുറച്ചധികം ആയിരിക്കും. കാരണം ഇതിന്റെ മുമ്പത്തെ വീഡിയോ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇടയ്ക്ക് ഈ ചെങ്ങ ഇതിന്റെ സൈക്കിൾ പമ്പ് വെച്ചിട്ടാ കാറ്റടിച്ചിന് കൊണ്ടുണ്ട്. ഇടക്ക് കാണാൻ അലാക്ക് വലുതും, ഇടക്ക് കാണാൻ അവിടെ ഒന്നും ഉണ്ടാവില്ല. ഇത് വെക്കാനും മറക്കുന്നുണ്ട് ചെങ്ങായി. ഇനി അഥവാ വെച്ചാലോ ഇതിൽ എത്രയാണ് കാറ്റടിച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴും അറിയില്ല. നമ്മളിപ്പോ ഒരു ടയറിന് 32, 34 അല്ലെങ്കിൽ 36 ഇതൊക്കെ നമ്മൾ ടയറിലൊരു കാറ്റ് വെക്കും. അത് നമുക്കൊരു അളവാണ്. ഇവന്റെ ഇതിന് ഒരളവില്ല. മറ്റോ സൈക്കിൾ പമ്പ് കൊണ്ട് അടിച്ചു കൊടുക്കണോണ്ടുണ്ട്. ഓന അങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ കാണാം അത് വലുതും ഇത് ചെറുതും. ചിലപ്പോൾ കാണാം അവിടെ ഉണ്ടാവില്ല ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഓന അതും കൊണ്ടാണ് ഇപ്പൊ പൂരണവതിയായിട്ട് KSRTC ഓസിക്ക് പോകാൻ നിൽക്കുന്നത്. അങ്ങോട്ട് ചെല്ലേ. ശരി എന്നാ പോട്ടെ.